പോയിന്റാ എന്ത് കിട്ടും? കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ ജനങ്ങൾ. തങ്ങൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നട്ടുവളർത്തിയ കാർഷിക വിളകൾ ഒരു രാത്രി കൊണ്ട് ചവിട്ടി മെതിച്ചാണ് ആനകൾ കടന്നു പോകുന്നത്. വനപാലകരുടെ അടുത്തും ജനപ്രതിനിധികളുടെ അടുത്തും പരാതി പറഞ്ഞു ജനങ്ങൾ മടുത്തു. ഇന്നലെ വ്യാഴാഴ്ച കോട്ടപ്പടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉപ്പുകണ്ടം കുട്ടംകുളത്ത് വൈദ്യുതാഘാതമേറ്റ് കാട്ടാന ചെരിഞ്ഞിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ 15 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചെരിഞ്ഞത്. ജഡത്തിന് സമീപത്ത് പന മറിച്ചിട്ടിട്ടുണ്ട്. മറിച്ചിട്ട പന വൈദ്യുതി ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി ജഡം മലയാറ്റൂർ ഡിവിഷൻ ഭാഗത്ത് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടം അവിടെ നടത്തി അവിടെ തന്നെ മറവ് ചെയ്യുവാനാണ് തീരുമാനം. ആന ചെരിഞ്ഞതറിഞ്ഞ് സ്ഥലത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ആനയുടെ ജഡം ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടി പൊക്കി ടിപ്പറിലേക്ക് മാറ്റുകയായിരുന്നു. കുറച്ചു നാളുകളായി കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ്. ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കാണുവാനായി റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഫെൻസിംഗ് കൊണ്ട് മാത്രം ആനയുടെ ശരീരം തീരില്ല എന്നും ട്രെഞ്ച് അടക്കമുള്ള സംവിധാനം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആദർശ്, സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ബിനോയ് സി ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് മേൽനടപടികൾ സ്വീകരിച്ചത്. മലനാട് ടിവിക്ക് വേണ്ടി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എബിൽ സി അലക്സ്. You are watching India's first NGO television, Malanad TV India.